ബിഗ് ബോസ് ഹൗസിൽ സ്ഥിരമായിട്ട് കണ്ടുവരാനുള്ള ഒരു കാര്യം തന്നെയല്ല. അതായത് ആദ്യം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര അധികം കത്തി നിൽക്കുമെങ്കിലും പോകെ ഭയങ്കര സൈഡായിട്ട് പോകുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എവിക്റ്റ് ആയി പോകുന്നതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറില്ല. എല്ലാ സീസണിലും സംഭവിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ സീസണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം തുടക്കത്തിലൊക്കെ ഭയങ്കര അധികം കത്തി നിൽക്കുകയും നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസും കാര്യങ്ങളും എല്ലാം സ്വന്തമാക്കിയിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ കുറച്ച് സൈലന്റ് ആയി അങ്ങനെ അല്ലെങ്കിൽ സൈഡായിട്ടൊക്കെ പോകുന്നതൊക്കെ വളരെയധികം ക്ലിയർ ആയിട്ട് തന്നെ കാണാവുന്നതാണല്ലേ. അതിനകത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അനീഷ് ഒരു നല്ലൊരു പ്ലെയർ തന്നെയാണ്, അതിനകത്തൊരു സംശയവും ഇല്ല. നല്ല രീതിയിൽ കുതന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ആൾ തന്നെയാണ്. പക്ഷെ പുള്ളി എടുത്തിരിക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് ഈ പറയുന്ന മറ്റുള്ള ആൾക്കാരെ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ അവർക്കെതിരെ കളിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് തുടക്കം തുടങ്ങിയ കീപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിപ്പോഴും അതേ രീതിയിൽ തന്നെ പോകുന്നു. അപ്പൊ ഈ ആദ്യത്തെ കുറച്ച് ഒരു 2-3 ആഴ്ചകൾ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആണെന്നല്ലേ കാര്യം. അവിടെയുള്ള ആൾക്കാരൊക്കെ തമ്മിൽ ഈ പറയുന്ന ഒരു പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ അവർക്കിടയിൽ അധികം ബോണ്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അധികം ഗ്രൂപ്പുകളോ കാര്യങ്ങളൊന്നും ഫോം ആയിട്ടില്ല. അപ്പൊ ഈ സമയത്ത് ഇയാൾ ഈ ഒറ്റക്ക് നിന്ന് ഈ പറയുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്ന ഇത്തരത്തിൽ ചൊറിയൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എൻഗേജ്മെന്റ് ഫാക്ടർ തന്നെയായിരുന്നല്ലോ. കാര്യം എല്ലാവരും ജസ്റ്റ് ഹായ് ഹലോ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് അങ്ങനെ സൈലന്റ് ആയിട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഹാപ്പനിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന അനീഷ് നല്ല രീതിയിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് തോന്നിരുന്ന ഒരു കാര്യം തന്നെ. ഉറപ്പായിട്ടും ഇപ്പോഴും അതേപോലെ നല്ലൊരു മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും മെറ്റീരിയൽ ആണ്. പക്ഷെ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ പറയുന്ന ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ അവിടെയുള്ള മറ്റ് പല ഗ്രൂപ്പുകൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. കാര്യം ഈ പറയുന്ന രീതിയിൽ ആദ്യം ഈ ഒരു പരിചയപ്പെട്ട് വരുന്നുള്ളൂ. ഇപ്പൊ നമുക്കറിയാം അവിടെ ഒരുപാട് ഗ്രൂപ്പുകൾ ഫോം ആയിട്ടുണ്ടല്ലേ. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇപ്പൊ ഈ പല ഗ്രൂപ്പുകൾക്കിടയിലാണ്. അപ്പൊ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഈ പറയുന്ന അനീഷിന് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പറയുന്ന ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ അത്രത്തോളം ഒരു പ്രാധാന്യം ഈ പറയുന്ന അനീഷിന് അവിടെ കിട്ടുന്നില്ല. അതായത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് അനീഷ് ഇത്തിരി സൈഡായി പോകുന്നുണ്ട്. ഈ പറയുന്ന ചലഞ്ചസിനകത്തും കാര്യങ്ങളിലും എല്ലാം അദ്ദേഹം മുന്നേറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലാതെ ഈ പറയുന്ന ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ഗെയിം തരുമ്പോൾ അതിനകത്ത് വിന്നറാകുന്നത് മാത്രമല്ലല്ലോ. അതായത് അതല്ലാതെ തന്നെ ഈ പറയുന്ന ഹൗസുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്ത് പോകുന്നു, അവിടെ ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ എത്രത്തോളം സ്ക്രീൻ സ്പേസ് ഇദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ഉറപ്പായിട്ട് ഈ പറയുന്ന ഒരു വിജയ് എന്നുള്ള രീതിയിലേക്ക് ഒരു അവസാനം ഒരാളിലേക്ക് വന്ന് എത്തുന്നതല്ലേ. അപ്പൊ ആ രീതിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഗെയിംസിനപ്പുറത്തേക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടല്ലേ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അനീഷിന്റെ ഒരു ഗ്രാഫിക് ഇത്തിരി താഴോട്ടാണ് ഇപ്പൊ എന്നാലും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിന് ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള കഴിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ഗ്രൂപ്പുകൾക്കിടയിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഒരു ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാനായിട്ട് ഈ പറയുന്ന ഒരു സോളോ പ്ലെയർ ആയിട്ടുള്ള അനീഷിന് ഇപ്പോൾ നിലവിൽ കുറച്ച് വീക്കാണ് സാധിക്കുന്നില്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഷാനവാസാണ്. നമുക്കറിയാം തുടക്കം മുതലേ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ആൾ തന്നെയാണ്. ഈ പറയുന്ന അക്ബറുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നല്ല രീതിയിൽ തന്നെ സ്ക്രീൻ സ്പേസ് പിടിച്ച് പറ്റിയിരുന്ന ഒരാൾ തന്നെയാണ് ഷാനവാസ്. പക്ഷേ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ബിഗ് ബോസ് ഈ പറയുന്ന അക്ബറിനെയും ഷാനവാസിനെയും വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇനി ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഷാനവാസ് ഈ അക്ബറുമായിട്ടൊക്കെ ആണെങ്കിലും അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാക്സിമം മിങ്കിൾ ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഷാനവാസ് ഇപ്പൊ ഭയങ്കര സൈലന്റ് ആണ്. അതായത് നമുക്ക് കാണാം വളരെയധികം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഷാനവാസിന്റെ റോളിലേക്ക് ഇപ്പൊ എന്തായാലും ജിഷിൻ ഇടിച്ച് കയറുന്നുണ്ടെങ്കിൽ പറയല്ലേ, ഈ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറിയ ജിഷിനാണ് ഇപ്പോൾ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അക്ബർ ഓൾറെഡി അവിടെ ഉണ്ട്, അക്ബർ എന്തായാലും പുറകോട്ട് പോയിട്ടില്ല. ഇപ്പൊ പറയുന്ന ഷാനവാസ് ഇല്ലെങ്കിൽ പോലും അക്ബർ മറ്റുള്ള ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതിലോട്ടും പുറകിലൊന്നും അല്ലല്ലോ. പറയുന്ന മറ്റ് മത്സരാർത്ഥികളായിട്ടാണ് നല്ല രീതിയിലധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അക്ബർ. അപ്പൊ ഈ അക്ബറിന്റെ അടുത്തേക്ക് ഈ പറയുന്ന ഷാനവാസിനെയും പിന്തള്ളി ഈ പറയുന്ന ജിഷിൻ ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാക്സിമം സ്ക്രീൻ സ്പേസ് ഇപ്പൊ എന്തായാലും ജിഷിൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഷാനവാസ് വളരെയധികം ഫെയ്ഡായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് വളരെയധികം ക്ലിയർ ആയിട്ട് തന്നെ കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതേ ട്രാക്ക് തന്നെ ഷാനവാസ് ഇനിയും പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അധികം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ആര്യനാണ്. ആര്യൻ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് തുടക്കം മുതൽ ഇപ്പോഴും നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ആദ്യത്തെ സമയങ്ങളൊക്കെ നോക്കുന്ന സമയത്തേക്ക് ഈ പറയുന്ന ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അധികം ബോണ്ടിങ്ങോ കാര്യങ്ങളൊന്നും ഫോം ആവാത്ത സമയത്ത് ഈ പറയുന്ന നല്ല രീതിയിൽ ചിലപ്പോൾ മുന്നേറി വരാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെയാണ് ആര്യനെ നമ്മൾ പലരും കണ്ടിരുന്നത്. പക്ഷെ നമുക്ക് പോകെ നമുക്കറിയാം ഈ പറയുന്ന ഒരു ജിസയിലെ ജസ്റ്റ് ഒരു നിഴൽ മാത്രമായിട്ടാണ് ഈ പറയുന്ന ആര്യൻ എന്തായാലും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഇപ്പോഴും നല്ല എനർജറ്റിക് ആണ്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചാടി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു നിലപാടുകൾക്കൊന്നും അത്ര ഒരു കട്ടി പോരാ, അല്ലെങ്കിൽ എന്താ പറയുന്നത് മറ്റ് പലരും എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം നിന്ന് പോകാനാണ് ഇദ്ദേഹം കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അധികം നാളങ്ങനെ നിന്ന് പോകും. അതായത് ഈ പറയുന്ന ജിസയിൽ അല്ലെങ്കിൽ ആര്യന് ഒറ്റയ്ക്ക് എങ്ങനെ ഇത്രയധികം സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ പറയുന്ന ആര്യൻ നല്ല ഇതിനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഹെയ്റ്റ് ആണ് ഈ പറയുന്ന ആര്യനോട് തോന്നിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലേ. അപ്പൊ ഈ ഒരു ഹെയ്റ്റ് അങ്ങനെ അധികം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ആര്യനും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകാനുള്ള സാധ്യത കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ അടുത്ത് ഒണിയിൽ സാമുമാണ്. ഒണിയിൽ സാമു നമുക്കറിയാം ആദ്യം തുടങ്ങി അധികം ആക്റ്റീവ് ഒന്നും അല്ല, വളരെയധികം സൈഡ് പിടിച്ചു പോകുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ കുറച്ച് ഈ പറഞ്ഞ റെന ഫാത്തിമയായിട്ട് മറ്റൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി വന്നപ്പോൾ ഇത്തിരി കയറി വന്നതാണ്. അതായത് ഒരു
ഇത്തിരി നെഗറ്റീവായിട്ട് കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും കുറച്ച് സ്ക്രീൻ സ്പേസ് നല്ല രീതിയിൽ പിടിച്ചെടുക്കാനായിട്ട് പുള്ളിക്ക് എന്തായാലും പറ്റിയിരുന്നു. അതായത് തുടങ്ങി കുറച്ചൊരു 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് പിന്നീട് അതിന് ശേഷം ഇപ്പോഴും വളരെയധികം സൈലന്റ് ആയി. ഈ പറയുന്ന അക്ബറുമായിട്ടൊക്കെ അതൊരു അക്ബറിന്റെ നിഴൽ നല്ല രീതിയിലേക്ക് എന്തായാലും ഈ പറയുന്ന ഒളിയിൽ സാബു എന്തായാലും പോകുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനോ കാര്യങ്ങൾക്കൊന്നും ഈ പറയുന്ന ഒളിയിൽ സാബുവിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒളിയിൽ സാബും അധികം നാളെ നിന്നുള്ള സാധ്യതയുണ്ട് എന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെ തോന്നുന്നത്? അതായത് തുടക്കം സമയത്ത് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് നിന്നിരുന്ന ഒരു പ്ലെയർ ഇപ്പൊ പോകെ വളരെയധികം സൈഡ് വലിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.